ഹരേ കൃഷ്ണ. ഇന്ന് ഡേറ്റ് 20 ജനുവരി 2022. നമുക്ക് തുടങ്ങാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജീവരോഗിണാം നിധിയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃതാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേദാപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരേ നാരായണ. ഇന്ന് പാരായണമില്ല, നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ബ്രഹ്മാവനും ശ്രീ പരമേശ്വരനും മുനിമാരും അതുമാതിരി നാരദനും എല്ലാവരും കൂടിയിട്ട് ആ ഭഗവാനെ സ്തുതിക്കണ കാര്യങ്ങളാണിപ്പോൾ അതുവരെ പറഞ്ഞു നിർത്തി. ഇന്ന് സ്തുതി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി 2-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. ആ ശ്ലോകത്തിൽ ബ്രഹ്മദേവൻ ആസ്വദിച്ചത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യവ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരമമായ സത്യത്തെ വ്രതമായി എടുത്തവൻ ആരാണോ അവൻ സത്യവ്രതൻ എന്നാണ് അർത്ഥം. സത്യവ്രതം. സത്യപരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ മാത്രം താല്പര്യമുള്ളവൻ. ഭഗവാന്റെ ഒരേ പേരുകളാണ്. അപ്പോൾ ഭഗവാൻ സത്യവ്രതനാണ്, സത്യപരമാണ്. പിന്നെ ത്രിസത്യം എന്ന് പറഞ്ഞു. ഈ ത്രിസത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കാലങ്ങളിലും സത്യരൂപമുള്ളവൻ എന്നർത്ഥം. പിന്നെന്താ, സത്യസ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യമാകുന്ന പഞ്ചഭൂതങ്ങളുടെ ഉത്ഭവസ്ഥാനം അങ്ങാണെന്നാണ്. സത്യസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളുടെയൊക്കെ ഉത്ഭവം, എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഭഗവാനാണ്. അപ്പോൾ അങ്ങനത്തെ ആ സത്യസ്ഥനായിട്ടുള്ള ഭഗവാനാണ്. പിന്നെ യോനിൻ നിഹിതം ച സത്യേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഉത്ഭവസ്ഥാനം അങ്ങാണ്. ആ പഞ്ചഭൂതങ്ങൾക്കും ആ ഉത്ഭവത്തിന് മുൻപും സത്യമായിട്ടുള്ളവൻ എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്, സത്യസ്യ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൻ്റെയും സത്യമായിട്ടുള്ളവൻ. പിന്നെന്താ, ഹൃദസത്യനേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാകുന്ന വാക്കും സമദർശനം കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവൻ. എല്ലാവരെയും സമദർശനമായി, ഭേദഭാവന ഇല്ലാതെ സമദർശനം കൊണ്ട് മാത്രമാണ്. ഭേദഭാവന പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോരോ ഭാവനകളൊക്കെ നമ്മളിപ്പോൾ ഭേദഭാവനകൾ നമ്മൾ കണ്ടുകൊണ്ടല്ലേ. അതാണ് ത്രിസത്യനേത്രം, അമൃത സത്യനേത്രം എന്ന് പറഞ്ഞത്. നേത്രത്തിന് അവിടെ വരാനുള്ള കാരണം അതാണ്. പിന്നെന്താ, സത്യാത്മകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യസ്വരൂപനായിരിക്കുന്നവൻ. ത്വാം ശരണം പ്രപന്ന, അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യഹൃദ സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണ്, ബ്രഹ്മാവും പരമേശ്വരനൊക്കെ സ്തുതിക്കുകയാണ് ഭഗവാനെ. അവിടുത്തെ സങ്കല്പങ്ങൾ എപ്പോഴും സത്യമായി തീരാറുണ്ട്. ആ ഭഗവാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ട് തീരാറുണ്ട്.
തന്നെ ശരണം പ്രാപിക്കുന്നവരെ ഒരിക്കലും കൈയൊഴിയില്ല എന്ന് ഉള്ള അവിടുത്തെ ആ വ്രതം സത്യമായിട്ട് തീരാറുണ്ട്. ഭഗവാനെ ആരെങ്കിലും ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കൈവിടില്ല. പിന്നെന്താ പറയുന്നത്? അവർ പറയാണ്, അങ്ങയെ സത്യമാകുന്ന വ്രതം കൊണ്ട് മാത്രമേ പ്രാപിക്കാൻ കഴിയൂ, വേറെ തരത്തിൽ അങ്ങയെ പ്രാപിക്കാൻ കഴിയില്ല. ആ കാരണം കൊണ്ട് തന്നെ അങ്ങ് സത്യവ്രതനാണെന്നാണ് പറയണത്. സത്യവ്രതനാണ്. അങ്ങ് സത്യത്തിലൂടെ മാത്രമേ പ്രാപിക്കാൻ കഴിയൂ. കഴിഞ്ഞു പോയ കാലത്തും എപ്പോഴും ഭാവിയിലും അങ്ങ് സത്യസ്വരൂപനാണെന്നാണ് പറയുന്നത്. പിന്നെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം അവിടെ നിന്നാണ്. ഇനി ആ പഞ്ചഭൂതങ്ങളിൽ അന്തര്യാമിയായിട്ട് പ്രകാശിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഇനിയിപ്പോൾ പ്രളയകാലത്ത് എല്ലാം ലയിക്കുമ്പോൾ ശേഷിക്കുന്നതും അവിടുന്ന് മാത്രമാണ്. ആ സത്യമാകുന്ന വാക്കുകൊണ്ടും സമദർശനം കൊണ്ടും പ്രാപിക്കാൻ കഴിയുന്ന ഭഗവാനാണ് അവിടുന്ന്. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും സത്യസ്വരൂപനായി വിളങ്ങുന്ന അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ആ 26ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ പറയണത്? ഈ ശരീരത്തിനെ ഒരു സംസാര വൃക്ഷമായിട്ട് കൽപ്പിച്ചിട്ട് ദേവാദികൾ പറയുകയാണ്. എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകായനോസൗ ദ്വിഫലത്രിമൂല ചതൂരസ പഞ്ചവിദഷഠാത്മാ സപ്തത്വക അഷ്ടവിടപൂർണവാക്ഷോ ദശച്ഛതി ദ്വിഖോ ഹ്യാദിവൃക്ഷ. അതായത് ഈ ശരീരമാകുന്ന ആദിവൃക്ഷത്തിനെ പറ്റിയിട്ട് പറയുകയാണ്. സംസാരമാകുന്ന വൃക്ഷത്തിന് എന്താ പറയണത്? ഏകായന അസൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ആശ്രയത്തോട് ഉള്ള ശരീരമാകുന്ന വൃക്ഷം, അതായതാണ് പ്രകൃതി. മനസ്സിലാക്കണം കേട്ടോ. ഒറ്റ ആശ്രയേ ഉള്ളൂ, പ്രകൃതിക്ക് ഒറ്റ ആശ്രയേ ഉള്ളൂ, ഭഗവാൻ മാത്രം. അതാണ് ഏകായന അസൗ, ഒറ്റ ആശ്രയത്തോടെ ശരീരമാകുന്ന വൃക്ഷം, അതായത് പ്രകൃതിക്ക്. നമ്മളൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ശരീരങ്ങളാണ് നമ്മളുടെയൊക്കെ. ആ വൃക്ഷത്തിൻ്റെ ദ്വിഫല, ഒരു വൃക്ഷം, നമ്മളെ ഒരു വൃക്ഷമായിട്ട് കാണുക, ശരീരത്തിനെ വൃക്ഷമായിട്ട് കാണുക. നമ്മളെ പ്രകൃതി പറഞ്ഞാൽ ശരീരം, വേറെ ഒന്നുമില്ല. അതിൻ്റെയൊക്കെ ഒറ്റ ആശ്രയം മാത്രം ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളുടെയൊക്കെ ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ. പ്രകൃതിയുടെയും ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ. യോഗമായുടെയും ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ. എല്ലാറ്റിലും ആശ്രയീഭൂതനായിട്ടുള്ള പരമശ്രേയസ്സാണ് ഭഗവാൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിൽ കയറ്റുക. എന്നിട്ട് നമ്മളുടെ ശരീരത്തിനെ ഒരു വൃക്ഷമായിട്ടാണ് സങ്കല്പിക്കുക. ആ വൃക്ഷത്തിലെ ദ്വിബല, ദ്വി പറഞ്ഞാൽ രണ്ട്, അതായത് സുഖദുഃഖങ്ങളാകുന്ന രണ്ട് പഴങ്ങൾ, ഫലങ്ങൾ. ആ വൃക്ഷത്തിൽ രണ്ട് കായ്കളുണ്ട്. അതാണ് സുഖമെന്നും ദുഃഖമെന്നും പറഞ്ഞിട്ടുള്ള രണ്ട് ഫലങ്ങൾ. ത്രിമൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വേരുകളുണ്ട്. ഈ ശരീരത്തിന് 3 വേരുകളുണ്ട്. എന്തൊക്കെയാണ്? സത്വം, രജസ്, തമസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 വേരുകളുണ്ട് എന്ന് സങ്കല്പിക്കുക. നമ്മൾ വിചാരിക്കണം. ചതുരസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 തരത്തിലുള്ള രസങ്ങളുണ്ട് ആ വൃക്ഷത്തിൽ. ഏതൊക്കെയാണ്? അതാണ് 4 പുരുഷാർത്ഥങ്ങളായിട്ടുള്ള രസങ്ങൾ. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള 4 പുരുഷാർത്ഥങ്ങളാകുന്ന ചതുരസങ്ങൾ. പിന്നെന്താണ്?
പഞ്ചവിധ എന്നാ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എന്നിവയിലൂടെ എന്തിനെ കാണുന്നു? ഈ പ്രപഞ്ചത്തെ കാണുന്നു. നമ്മളെല്ലാം കാണുന്നത് ഈ ബഹിർമുഖമായിട്ടുള്ള ആ പ്രപഞ്ചത്തെ കാണുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അതിന് പഞ്ചവിധ. പിന്നെന്താണ്? ഷഡാത്മ. ഈ 6 തരത്തിലുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൂടെ എന്തൊക്കെയാണ് കാണുന്നത്? നമ്മൾ ഈ ഷഡാത്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 തരത്തിലുള്ള വികാരങ്ങളാണ്. എന്താ നമ്മളുടെയൊക്കെ ശരീരത്തിൻ്റെ വികാരങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഉണ്ടാകുക, നിലനിൽക്കുക, വളരുക, മാറുക, ക്ഷയിക്കുക, നശിക്കുക. നമ്മൾക്ക് ഈ 6 വികാരം മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിന് 6 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുണ്ടാവുക, ഒന്നാണ് നിലനിൽക്കുക, പിന്നീട് വളരുക. ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെ ചെറിയ കുട്ടി ജനിച്ചപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു, 1 വയസ്സ് 2 വയസ്സ്. നമ്മളിപ്പോൾ ദിവസം എല്ലാ വർഷവും നമ്മൾ പിറന്നാൾ ആഘോഷിക്കാറില്ലേ? ഓരോ വർഷം കൂടുന്തോറും നമ്മളുടെ ആയുസ് കുറഞ്ഞുകൊണ്ട് വരിക, അല്ലാണ്ട് നമ്മൾ പിറന്നാൾ ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളുടെയൊക്കെ ആ മരണസമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മരണസമയത്തേക്കുള്ള വഴികളാണ് ഓരോരോ വർഷം നമ്മൾ ഈ കേക്കൊക്കെ മുറിച്ചിട്ടും അതുമാതിരി കാൻഡിൽ ഒക്കെ അതൊക്കെ നമ്മൾ ചെയ്യണത് അതിൻ്റെ മുകളിലാണ്. അപ്പോൾ അങ്ങനെ വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും അല്ലേ? അപ്പോൾ വലുതാകുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും. സ്വഭാവങ്ങൾ എല്ലാറ്റിനും മാറ്റങ്ങൾ സംഭവിക്കും. പിന്നെന്താ അടുത്തത്? ക്ഷയിക്കുക. വയസ്സാവുന്നൊരു 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജരാനരയൊക്കെ ബാധിച്ച് വേഗന്മാരൊക്കെ കാൽമുട്ടുകളെ വേദനകളൊക്കെ ഉണ്ടായി എല്ലാ അസുഖങ്ങളൊക്കെ ആയി ക്ഷയിച്ചുകൊണ്ട് നമ്മുടെ ആ ശക്തി ക്ഷയിച്ചും കൊണ്ടിരിക്കും. പിന്നെന്താണ്? നശിക്കുക അല്ലേ? നശിച്ചു പോവുക, മരിക്കുക എന്നർത്ഥം. അതായത് ജനനം, ഇരുപ്പ്, വളർച്ച, മാറ്റം, ക്ഷയം, നാശം എന്നീ അവസ്ഥകളാണ് ഈ ഷഡാത്മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം ശോകം എന്നും മോഹം, ജര, മൃത്യു, വിശപ്പ്, ദാഹം, ഇതൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറ്റിയിട്ട് പറയാം എന്നാണ് പറയുന്നത്. പിന്നെ സപ്ത ത്വക്ക് എന്നർത്ഥം. 7 തൊലികളുണ്ട്. എന്തൊക്കെയാണ്? 7 തോലുകളോട് കൂടിയ വൃക്ഷമാണ് നമ്മളുടെ ശരീരം. അതാണ് സപ്തധാതുക്കൾ എന്ന് പറയുന്ന 7 തൊലികളുണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്ന് പറഞ്ഞിട്ടുള്ള ആ 7 സപ്തധാതുക്കളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് എന്നാണ് പറയുന്നത്. ആ വൃക്ഷത്തിന് 7 തൊലികളുണ്ട്. പിന്നെന്താണ്? അഷ്ടവിടപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടപ എന്ന് പറഞ്ഞാൽ കൊമ്പ് എന്നർത്ഥം. 8 കൊമ്പുകളുണ്ട് ഇത്ര ആ വൃക്ഷത്തിന്. എന്താണ് 8 കൊമ്പുകൾ? ഈ പഞ്ചഭൂതങ്ങൾ പറഞ്ഞില്ലേ? ഈ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ 8 കൊമ്പുകളുണ്ട് ഈ സംസാരമാകുന്ന വൃക്ഷത്തിനെ നമ്മൾ ശരീരത്തിലേക്ക് രൂപകൽപ്പന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെന്താണ്? നവ അക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 പൊത്തുകൾ. അക്ഷ പറഞ്ഞ പൊത്തുകൾ എന്നർത്ഥം. ദ്വാരങ്ങൾ, നമുക്ക് നവദ്വാരങ്ങൾ 9 എണ്ണം ഉണ്ട്. 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, ഒരു വായ, പിന്നെ വിസർജനേന്ദ്രിയം, അതുമാതിരിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് 9 എണ്ണം നവദ്വാരങ്ങൾ നമുക്കുണ്ട്. ദശഛതി, ഛതി പറഞ്ഞ ഇലകൾ എന്നർത്ഥം. എന്താ ദശഛതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പ്രാണങ്ങളെയാണ് ദശഛതി പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ, നാഗൻ, കൃകലൻ, കൂർമൻ, ധനഞ്ജയൻ, ദേവദത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള 10 ഇലകളാണ് ഈ വൃക്ഷത്തിനുള്ളത്. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? ആ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ ദ്വിഖം, ദ്വു എന്ന് പറഞ്ഞാൽ 2, ഖകം എന്ന് പറഞ്ഞാൽ പക്ഷികൾ, 2 പക്ഷികളുണ്ട്. ആരൊക്കെയാണ് അത്? ജീവാത്മാവ്, പരമാത്മാവ് എന്ന
2 പക്ഷികളുണ്ട്. അവർക്ക് കൂടുകളുണ്ട്, 2 കൂടുകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് വിദ്യ എന്നൊരു കൂട്, ഒന്ന് അവിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അതാണ് ദ്വിഖഗങ്ങൾ. 2 ഖഗങ്ങളിലായിട്ട് ഈ വിദ്യ എന്നും അവിദ്യ എന്നും പറഞ്ഞിട്ടുള്ളതും ജീവാത്മാവ് എന്നും പരമാത്മാവ് എന്നും വെവ്വേറെ കൂടുകളുണ്ട്, ഒറ്റയ്ക്കല്ല. ഇതാണ് ശരീരമാകുന്ന ആദിവൃക്ഷം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയണത്. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ശ്ലോകമാണത്. നമ്മളെപ്പോഴും നമ്മുടെ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അതാണ് ഏകായനോസൗ ദ്വിഫല ത്രിമൂല ചതുരസ പഞ്ചവിധ ഷഠാത്മ സപ്തദുഃഖ അഷ്ടവിടപോ നവാക്ഷോ ദശച്ഛതി ദ്വിഖോ ഹി ആദിവൃക്ഷ എന്നുള്ളതാണ് ആ ഇതിൻ്റെ പ്രശ്നം. അതിനെ നമുക്കൊന്ന് സ്വരൂപൂട്ടിയിട്ട് ഒന്നുകൂടി അതിൻ്റെ അർത്ഥം ചിന്തിക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരീരം ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്ന ഒരു സംസാര വൃക്ഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിനുണ്ടല്ലോ, നമ്മുടെ ആത്മസ്വരൂപം എന്താ? ഭഗവാൻ. ആ ഭഗവാനെ മറച്ചു വെച്ചിരിക്കുന്ന ശരീരമാണ് നമ്മളുടെ എല്ലാ ശരീരങ്ങളും എന്ന് നമ്മൾ സങ്കല്പിക്കുക. അതിൻ്റെ ആ പ്രകൃതിയാണ് അതിൻ്റെ നാരായ വേര് എന്ന് മനസ്സിലാക്കുക. അതാണ് ഏകായേന സൗ. ആ പ്രകൃതിയാണ് വൃക്ഷത്തിൻ്റെ നാരായ വേര്, ഒറ്റ വേരെന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ സുഷുമ്ന നാഡിന്നോ ഒക്കെ എങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്കതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ സുഖം ദുഃഖം എന്ന് പറഞ്ഞിട്ടുള്ള ആ വൃക്ഷത്തിൻ്റെ 2 പഴങ്ങളാണ് സുഖവും ദുഃഖവും. സത്വം രജസ് തമസ് എന്നീ 3 ഗുണങ്ങളാകുന്ന വേരോട് കൂടിയതാണ് ഈ വൃക്ഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളാണ് ഈ വൃക്ഷത്തിൻ്റെ 4 രസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെന്താ? ഈ കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് പറഞ്ഞിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഈ ശരീരം പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ സംസാര വൃക്ഷം 5 വിധത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് പഞ്ചവിധ എന്ന് പറയേണ്ട അർത്ഥം. 5 വിധത്തിലാണ് ഈ ശരീരം സ്ഥിതി ചെയ്യണത്. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് കാണില്ല മാത്രമല്ലേ ഉള്ളൂ, ചെവി കൊണ്ട് നമ്മൾ കേൾക്കുക മാത്രമല്ലേ ഉള്ളൂ, നാവ് കൊണ്ട് നമുക്ക് രസിക്കുക മാത്രമല്ലേ ഉള്ളൂ, ത്വക്കുകൊണ്ട് സ്പർശനം, ഇവ കാര്യങ്ങളൊക്കെ 5 പഞ്ചവിധത്തിൽ ഉള്ള ആ ശരീരമാണ് നമ്മളുടെയൊക്കെ ഇതാണ്. പിന്നെന്താണ് പറയണത്? അതാ പറഞ്ഞത് അതിലെന്തുണ്ടാവുക? ഈ ഉണ്ടാവുക, നിൽക്കുക, വളരുക, മാറുക, ക്ഷയിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള 6 വികാരങ്ങൾ ഉണ്ടാവും. എന്തിന്? ഈ വൃക്ഷത്തിനുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഒരു സപ്തധാതുക്കളുടെ കാര്യം പറഞ്ഞു. ആ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം പറഞ്ഞിട്ടുള്ള സപ്തധാതുക്കൾ, അത് 7 തൊലികളോട് കൂടിയിട്ടുള്ളതാണ് ഈ വൃക്ഷം. പിന്നെ പഞ്ചഭൂതങ്ങളും, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം പറഞ്ഞിട്ടുള്ള ആ വൃക്ഷത്തിൻ്റെ 8 കൊമ്പുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ നവദ്വാരങ്ങൾ, 9 പൊത്തുകളോ എന്ന് പറയുണ്ടായി സംസാരവൃക്ഷം. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള 10 പ്രാണങ്ങൾ, അതാണ് 10 പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ പറഞ്ഞിട്ടുള്ള ആ പ്രാണങ്ങളൊക്കെ 10 ഇലകളാണ് നമ്മൾ പറയുണ്ടായി. പിന്നെ ജീവൻ, ഈശ്വരൻ എന്ന 2 പക്ഷികളും അവിദ്യ, വിദ്യ എന്ന് പറയുന്ന 2 കൂടുകളോടും കൂടിയിട്ടുള്ളതാണ് ഈ ശരീരമാകുന്ന സംസാരവൃക്ഷം എന്നാണ് ഭഗവാനെ പറ്റിയിട്ട് ബ്രഹ്മാവ് പറയണത്. പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത്? ത്വം ഏക ഏവാസ്യ സദാപ്രസൂതി ത്വം സന്നിധാനം ത്വം അനുഗ്രഹശ്ച ത്വൻ മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിഭശ്ചിതോ ഏ എന്നാണ് ആ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ത്വം ഏക, അങ്ങ് ഏകനാണ്, ഒരുവൻ തന്നെയാണ്. ത്വം ഏക. പിന്നെന്താണ്? ത്വൻ മായയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്തിരുവടിയുടെ മായയെ കൊണ്ട്
സംവൃത ചേതസാം സ്വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മായ കൊണ്ട് മറയ്ക്കപ്പെട്ടു എന്ന് അറിയുന്നവൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. എന്നിട്ടോ ആ പ്രസൂതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പത്തി സ്ഥാനം എന്നുള്ള അർത്ഥം. സദാ എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളത് മാത്രം. സന്നിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയസ്ഥാനം. തും അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ അനുഗ്രഹം. ഇവിടെ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, നിലനിൽപ്പ്, നാശം, ഈ മൂന്നെണ്ണത്തിനുള്ള കാരണഭൂതൻ ഈ ഭഗവാനെ പരമാത്മാവായ അങ്ങ് തന്നെയാണ് എന്നാണ് പറയുന്നത്. പിന്നെന്താ, എന്തുകൊണ്ടാണ്? അവിടുത്തെ മായ കൊണ്ട് മറയ്ക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരാണ്. പിന്നെന്താണ്? നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഞാൻ വേറെ മറ്റുള്ളവർ വേറെ എന്ന രൂപത്തിലാണ് നാനാത്വത്തോടു കൂടിയിട്ട് അങ്ങയെ കാണുന്നതെന്നാണ് പറയണത്. ഞാനടക്കം എല്ലാവരും കാണുന്നത് അതാണ് പറയണത്. എല്ലാ ആഭരണങ്ങളിലും സ്വർണം എന്ന മാതിരി, അത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇല്ലേ? ആഭരണങ്ങളിൽ സ്വർണം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെയൊക്കെ ഡിസൈൻ വേറെ ഇരിക്കുന്നതാണ് പറയണത്. ജ്ഞാനികൾ എല്ലാറ്റിനെയും ആ ആത്മസ്വരൂപേണ ബോധിക്കുന്നവരാണ്. ആ ഭഗവാനെ ആത്മസ്വരൂപത്തോടു കൂടി മാത്രമേ ജ്ഞാനികൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് പറയണത്. അതാണ് പശ്യന്തി നാനാന വിഭശ്ചിതോയി, പലതരത്തിൽ അറിവുള്ളവർ മാത്രം. വിഭശ്ചിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവുള്ളവർ. ആ അറിവുള്ളവരൊക്കെ ഉണ്ടല്ലോ, അങ്ങയെ വേറെ തരത്തിൽ കാണുന്നില്ല, ആ നാനാത്വത്തിൽ കാണുന്നില്ല, ഏകത്വത്തിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് ആ പറഞ്ഞത് അർത്ഥം. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഭർഷി രൂപാണി അവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സതാം അഭദ്രാണി മുഹുഖലാനാം എന്നാ പറഞ്ഞത് 29ാം ശ്ലോകത്തിൽ. ഈ അവബോധ ആത്മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവാകുന്ന സ്വരൂപത്തോട് കൂടിയവൻ എന്നർത്ഥം. ലോകസ്യ ക്ഷേമായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ആ ക്ഷേമത്തിനായിക്കൊണ്ട്, ചരാചരസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചരങ്ങളായിട്ടും അചരങ്ങളായിട്ടുള്ളവർക്ക് ക്ഷേമത്തിനായിക്കൊണ്ട്, സത്വോപപന്നാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്വഗുണ സ്വരൂപങ്ങളുമായിരിക്കുന്ന, സുഖാവഹാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുഖത്തെ ജനിപ്പിക്കുന്നവയും, ആ രൂപാണി മൂർത്തികളെ എന്നാ പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനമാത്ര സ്വരൂപനായ അവിടുന്ന് ഈ ചരാചര ലോകത്തിൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ട് സത്വഗുണം മാത്രം സ്വീകരിച്ചും കൊണ്ട് പലവിധ അവതാരങ്ങളെ സ്വീകരിക്കുന്നു. എന്തിനാ? ഈ ലോകത്തിന് ക്ഷേമത്തിന് വേണ്ടിയിട്ട് മാത്രം. അവ സജ്ജനങ്ങൾക്ക് സുഖപ്രദങ്ങളും ദുർജനങ്ങൾക്ക് ദുഃഖത്തെയും ഉണ്ടാക്കുന്നവയാണ്. അങ്ങയുടെ അവതാരങ്ങളൊക്കെ സജ്ജനങ്ങൾക്ക് സുഖം ഉണ്ടാക്കും, ദുർജനങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കും എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെന്താ 30? ത്വയി അംബുജാക്ഷാഖില സത്വധാംനി സമാധിനാവേശിത ചേതസൈകേ ത്വത്പാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപഥം ഭവാബ്ധിം എന്നാ പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അംബുജാക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമര ദളലോചന, കമലലോചന എന്നൊക്കെയാണ് ആ ഭഗവാനെ വിളിച്ചത്. അഖില സത്വധാംനി പറഞ്ഞാൽ ശുദ്ധ സത്വസ്വരൂപനായിരിക്കുന്ന വെറും സത്വഗുണം മാത്രമേ ഉള്ളൂ ഭഗവാന്. ത്വയി എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയിൽ.
സമാധിന പറഞ്ഞ സമാധി ചെയ്തുകൊണ്ട് ആ ആവേശിത ചേതസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ മുകളിൽ ആവേശം കയറി മൂത്തിട്ടുള്ള മാതിരി ആ മനസ്സ് വെച്ചുകൊണ്ട് ആ മഹത്കൃതേന ആ മഹത്ത് എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ത്വത്പാദബോധേന പറഞ്ഞ അങ്ങയുടെ പാദമാകുന്ന കപ്പൽ കൊണ്ട് ഭവാബ്ദി എന്ന് പറഞ്ഞാൽ ആ സംസാരസാഗരത്തെ ആ ഗോവത്സപദം ആ പശുക്കുട്ടിയുടെ കുളമ്പായിട്ട് മാറ്റുന്നു. നമ്മൾ തുടക്കത്തിലെ കഴിഞ്ഞ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ 24-ാമത്തെ ആ അധ്യായത്തിൽ അവസാനം പറഞ്ഞു, ഒരു പശുക്കുട്ടിയുടെ കാലിൻ്റെ കുളമ്പ് അതിലെത്ര വെള്ളം നിൽക്കണോ അതുമാതിരി ആണ് ഭഗവാനെ പ്രാപിച്ചിട്ടുള്ളവർക്ക് ഈ സംസാരമാകുന്ന ഈ സമുദ്രത്തെ കടക്കാൻ അത്ര എളുപ്പമാണ്, ഭഗവാനെ പ്രാപിച്ചാൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ശ്രീശുക ബ്രഹ്മർഷി ആർക്ക് പറഞ്ഞു കൊടുത്തത്? പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്. എന്താ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ്, ആ ചെന്താമര ഇതൾ പോലെ മനോഹരങ്ങളായ കണ്ണുകളോട് കൂടിയിട്ടുള്ള ഭഗവാനെ, അതാണ് പറഞ്ഞത് ത്വയി അംബുജാക്ഷാഖില സത്വധാംനി എന്ന് പറഞ്ഞത്. ആ ശുദ്ധ സത്വഗുണസ്വരൂപിയായിട്ടുള്ള അങ്ങയിൽ സമാധി അവസ്ഥയിലൂടെ മനസ്സുറപ്പിക്കാൻ കഴിയുന്ന ഭക്തന്മാർ അങ്ങയുടെ പാതാരവിന്ദങ്ങളാകുന്ന തോണിയിലേറിയിട്ട് സംസാര സമുദ്രത്തെ നിഷ്പ്രയാസം കടക്കുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ഗോവത്സപദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കുട്ടിയുടെ കുളമ്പായിട്ട് അത്ര എളുപ്പമായിട്ട് സംസാര സമുദ്രം കടക്കുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞത്. പിന്നെന്താണ്? സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമാൻ ഭവാർണവം ഭീമ അധഭ്ര സൗഹൃദ ഭവത്പദാംബൂരുഹ നാവമത്രത്തെ നിധായത് അഥ സദനുഗ്രഹോ ഭവാൻ എന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്യുമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്യുമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശസ്വരൂപൻ എന്നർത്ഥം. സുദുസ്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ദുസ്തരമായ ദുർഘടമായിട്ടുള്ള, ഭീമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കുന്ന ഈ ഭവാർണവം സംസാര സമുദ്രത്തെ സ്വയം താനെ തന്നെ സമുത്തീര്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കടന്നിട്ട്, അധഭ്ര സൗഹൃദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നല്ല ഡീപ്പായിട്ടുള്ള സൗഹാർദ്ദമുള്ളവരായിട്ടുള്ള അവർ ഭവത്പദാംഭോരുഹ നാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പൽ എന്നർത്ഥം. അങ്ങയുടെ ആ പാദപത്മമാകുന്ന കപ്പൽ ആ ഭഗവാൻ അനുഗ്രഹത്തോടു കൂടിയിട്ട് കടക്കുന്നു. അതാണ് പറയണത്. ആ പ്രകാശസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അതാണ് ദ്യുമൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ആ സ്വയം സംസാര സമുദ്രത്തെ എളുപ്പത്തിൽ കടന്ന ശേഷം, ആ കപ്പലിൽ കൂടെ കടന്ന ശേഷം മഹാകാരുണികരായിട്ടുള്ള ഭക്തന്മാർ ആ നിന്തിരുവടിയുടെ പാതാരവിന്ദമാകുന്ന തോണിയെ മറ്റുള്ളവർക്കും കടക്കാനായിട്ട് ഈ ലോകത്തിന് കൊടുത്തുകൊണ്ട് സംസാര സമുദ്രത്തെ കടന്നു പോയത് എന്നാണ് പറയുന്നത്. അതായത് ആ ഭക്തന്മാരെല്ലാം പിന്നാലെ വരുന്ന ആൾക്കാർക്ക് കടക്കാനായിട്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത്രേ അങ്ങയുടെ ഭക്തന്മാരെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെല്ലാം ആ സംസാരമാകുന്ന ഭവാർണവം താങ്ങി എന്നാണ് പറയണത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ മനസ്സിനെയാണ് സംസാര സമുദ്രം എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സംസാര സമുദ്രത്തെ കടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഴ നീന്തി കടക്കുകയല്ല കേട്ടോ, സമുദ്രം നീന്തി കടക്കുന്നല്ല.
അത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കപ്പലിൽ കയറിയിട്ട് കടൽ കടന്നിട്ട് നീന്തി പോയിട്ട് ഭഗവാന്റെ പാലാഴിയിലേക്ക് എത്തിയെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. തെറ്റായ ധാരണയാണത്. ഇവിടെ ഭവാർണവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിനെയാണ് നമ്മൾ സംസാര സമുദ്രം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. സംസാര സമുദ്രത്തെ കടക്കുക എന്നാൽ മനസ്സിനെ അടക്കുക എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മളുടെ ഈ മനസ്സിനെയൊക്കെ നിലനിർത്തുന്നത് എന്താ അറിയോ? കർമ്മവാസനകളാണ്. നമുക്ക് ഉള്ള ആഗ്രഹങ്ങളും കർമ്മം ചെയ്യാനുള്ള ആ ത്വരയും എല്ലാം നമ്മളെന്നെ ഇങ്ങനെ മനസ്സിനെ നിലനിർത്തണം, ഇല്ലേ? നമ്മളിപ്പോൾ മനസ്സിനെ നിലനിർത്തുക ഇങ്ങനെ ഓരോന്നിൽ പോയിട്ട് നമ്മളിങ്ങനെ ചാടിപ്പാടി ഇങ്ങനെ നടക്കും, ഇല്ലേ? അങ്ങനല്ലേ? അവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം, അത് പിടിക്കണം, ഇത് പിടിക്കണം എന്നുള്ളത് കർമ്മങ്ങൾ ചെയ്ത്. അപ്പോൾ കർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സ് ഇളക്കുണ്ടാവുള്ളൂ. അപ്പോൾ കർമ്മവാസനകളാണ് നമ്മളുടെ മനസ്സിനെയൊക്കെ നിലനിർത്തുന്നത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ മനസ്സിനെ കുറഞ്ഞടേമാർ ചാടിക്കളിപ്പിക്കുന്നത് എന്താ? നമ്മളുടെ കർമ്മങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണല്ലേ. നമ്മളൊന്ന് കർമ്മങ്ങളൊന്നും ചെയ്യാണ്ട് ഇരുന്ന് നോക്കി നോക്കൂ, വെറുതെ ഇരുന്ന് നോക്കി നോക്കൂ. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും വല്ല കാലിനൊന്നും ഒരു ഫ്രാക്ചറോ എന്തെങ്കിലും ആയി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ അയാളുടെ കർമ്മങ്ങളൊക്കെ ഇല്ലാണ്ടേവും. അപ്പോൾ എന്താ വിചാരിക്കുക? ആ സമയത്ത് മനസ്സൊക്കെ ഒതുങ്ങും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഭഗവാന് നമ്മൾ അയ്യോ ഈശ്വര, എൻ്റെ അയ്യോ അമ്മയെ കാല് എന്ന് പറഞ്ഞിട്ട് തന്നെ കിടക്കില്ലേ? അവനവന് വെയ്യാണ്ടാവുമ്പോൾ അവനവൻ്റെ ശരീരം അനങ്ങാപ്പാറിയിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഭക്തി കൂടും. അല്ലാന്നുണ്ടോ? സംശയം വല്ലതും ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ നീണ്ടു നിവർന്നാണ്ട് കിടക്കുമ്പോൾ ഒരു ചിന്തയില്ല. അവിടേക്ക് നോക്കണ്ട, ന്യൂസ് പേപ്പർ വായിക്കണ്ട, ടി വി കാണണ്ട, ഒന്നും വേണ്ട. ബെഡ്റൂമിൽ കിടക്കിയും ഫാനും മാത്രം, മുകളിൽ ഫാനും, ഇത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ കടന്നു നോക്കൂ, മനസ്സൊക്കെ ഒതുങ്ങിക്കോളും. അവിടെ ചിന്തയൊന്നുമില്ല. കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും, ഭക്ഷണം കൊടുക്കും, ഭാര്യ ഭക്ഷണം കൊടുക്കും, ഭർത്താവ് ഭക്ഷണം കൊടുക്കും, ഒക്കെ നോക്കിക്കോളും. ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു സിറ്റുവേഷനാണ്. കർമ്മഫലമില്ല. അപ്പോൾ നമ്മൾ വരുന്ന ആ സാധാരണ നിലയാണെങ്കിലോ അവിടേക്ക് പോവുകയും ഇവിടേക്ക് പോവുകയും അവിടുത്തെ സാധനം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് 4 പേര് കുറ്റം പറഞ്ഞു, വർത്തമാനം പറഞ്ഞു, അമ്പലത്തിൽ പോയി 4 വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതല്ലേ? ഇതൊക്കെ കർമ്മങ്ങളാണേ. നമ്മുടെ ശരീരം കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ ശരീരം കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ ഒന്നുമില്ല. അപ്പോൾ മനസ്സ് ഒതുങ്ങും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കർമ്മവാസനകൾ നശിച്ചാലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മുടെ മനസ്സടങ്ങുള്ളൂ. അതിനെന്താ വേണ്ടത്? കർമ്മവാസനകൾ അവസാനിക്കാൻ എന്താ വേണ്ടത്? കർമ്മം ചെയ്യാതിരിക്കുക അല്ലേ? അതല്ല. അതായത് ഇപ്പോൾ എന്നാൽ കയ്യും കാലൊക്കെ ഒടിച്ചിട്ട് നമുക്ക് നീണ്ടു നിവർന്ന് കിടക്കുക, നമുക്കെന്നാൽ ഭക്ഷണമൊക്കെ നമുക്ക് കിട്ടും, നമുക്ക് മനസ്സൊക്കെ നോക്കും, ഫാൻ മാത്രം കണ്ടാൽ മതി, കിടക്ക മാത്രം കണ്ടാൽ മതി എന്നുള്ള ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അതിനും കഷ്ടപ്പാട് ഗംഭീരമായിട്ടാണ്. അതിനുണ്ട് ഒന്നും കഴിക്കാനും വയ്യ. കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ മൂത്രമൊഴിക്കണ്ടേ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണ്ടേ വെച്ചിട്ട് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ല അർത്ഥം. കർമ്മവാസനകളെ നശിപ്പിക്കാൻ ഭഗവാന്റെ ഭക്തി കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഭഗവത് ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കർമ്മവാസനകളെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. ഇല്ലേ? അങ്ങനല്ലേ? നമ്മളിപ്പോൾ കണ്ണടച്ചിരുന്ന് പ്രാണായാമങ്ങളൊക്കെ ചെയ്ത് ആ മനസ്സിനൊക്കെ ഉണ്ട് ഒതുക്കി പിടിച്ച്, മനസ്സാണെങ്കിലോ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോണ കുറഞ്ഞനാണ്. ഇനി ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിനെ പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭഗവാന്റെ മുമ്പിൽ വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ എവിടേക്കോ കൊണ്ട് ചെല്ലും. പിന്നെ കുറച്ച് കഴിഞ്ഞെങ്കിൽ തിരിച്ച് നമ്മൾ ആ തുടങ്ങിയോടെ തന്നെ എത്തിയിട്ടുണ്ടാവും. മനസ്സിന് ഒതുക്കില്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ഓടി നടക്കുകയുള്ളൂ മനസ്സിന്. അപ്പോൾ ആ മനസ്സ് എന്നപ്പോൾ അപ്പം ചോദിക്കുന്ന പൂജാ റൂമിലിരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സൊതുക്കല്ലേ വേണ്ടത്? അപ്പോൾ അവിടെ നമ്മൾ കർമ്മം ചെയ്യണില്ലല്ലോ. അവിടെ നമ്മളിപ്പോൾ ഡാൻസ് കളിക്കണമെന്നില്ലല്ലോ. പൂജാ റൂമിലിരിക്കുമ്പോൾ ഇരുന്ന് കണ്ണടച്ചിരിക്കുക. ആ കണ്ണടച്ചിരിക്കുന്നത് ഒരു കർമ്മമാണ്. കണ്ണ് തുറന്ന് നോക്കി നോക്കുമ്പോൾ കൃഷ്ണനെ കാണാൻ പറ്റില്ല. ആ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് ചിന്തകൾ കൂടി വരികയാണ് ചെയ്യുക. അതാണ് നമ്മളുടെ ആ വാസനകളാണ്. ആ വാസനകളെ നിർത്തണം. അതാണ് കർമ്മവാസനകളെ. കർമ്മങ്ങളെയും നിർത്തണം, വാസനകളെയും. കർമ്മം ചെയ്യാനുള്ള വാസനയാണ് കർമ്മവാസന. കർമ്മവാസനകളെ നിർത്തണം എന്നാണ് പറയുക. അപ്പോൾ ആ ഭഗവത് പാതാരവിന്ദങ്ങളാകുന്ന
തോണിയിൽ കയറി നിഷ്പ്രയാസം ഭഗവത് സമുദ്രത്തെ കടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭക്തി കൊണ്ട് കർമ്മവാസനകളെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ആ കടലാകുന്ന തോണി എന്നാണ് പറയണത് അല്ലേ. ഇവിടെ പശുക്കുളമ്പിൻ്റെ കാര്യം പറയുകയുണ്ടായി. ഭഗവാനിലേക്ക് ഭക്തി അങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ സമുദ്രവും ഇല്ല, ഒന്നുമില്ല. നമ്മൾ മനസ്സങ്ങോട്ട് ചെറുതാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ ഒരു പശുവിൻ്റെ കുളമ്പന്മാരുള്ള മനസ്സിനാണ് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടക്കാൻ വല്ല വിഷമമുണ്ടോ? നമ്മുടെ മനസ്സിപ്പം ഇങ്ങനെ പ്രഗത്ഭനായിട്ട് നിന്ന് തിരമാലടിച്ചും കൊണ്ടുള്ള മനസ്സല്ലേ നമ്മളുടെ മനസ്സ്. അതിൽ ഭഗവത് ഭക്തിയാണ് കയറ്റി നോക്കൂ. നമ്മുടെ മനസ്സ് ആ കടലൊക്കെയാണ് ശാന്തമാവും. ശാന്തമായിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെയാണ് കുറയും. അതൊരു ചെറിയൊരു ഭഗവാന്റെ മുമ്പിൽ ഭഗവാനിലേക്ക് എത്താൻ ചെറിയൊരു മനസ്സിനൊന്ന് ഒതുക്കിയാൽ മതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർത്ഥങ്ങൾ ഗംഭീരമാണ്. ഇനി ആ ഭക്തിയിലൂടെ കർമ്മവാസനകളൊക്കെയാണ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി? നമ്മളൊക്കെ ജീവൻ മുക്തരായിട്ട് തീരുന്ന പറയണത് ഇല്ലേ. നമ്മളൊക്കെ എല്ലാം ഭഗവാനിലാണ് ലയിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവനും ഇല്ല, ജനനവും ഇല്ല, മരണവും ഇല്ല, ഒന്നുമില്ല. ഭഗവാനായിട്ടാണ് തീരല്ലേ ചെയ്യണത്. അപ്പോൾ ആ ഭക്തന്മാരെന്താ ചെയ്യേണ്ടത്? ആ ഭക്തി കൊണ്ട് മനസ്സിനെ അങ്ങോട്ട് അടക്കി വളരെ വേഗത്തിൽ മുക്തരായിട്ട് തീരാൻ കഴിയും എന്ന ഉപദേശം ലോകർക്ക് നമ്മൾ കൊടുക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ആ ലോകത്തെ വിട്ടുപോയിട്ട് ഭഗവത് പാതാരവിന്ദങ്ങളിൽ ആ തോണിയെ എത്തിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുത്താലല്ലേ. നമ്മളൊക്കെ എല്ലാവരും കോപ്പിക്കാറ്റാണല്ലോ, നമ്മളൊക്കെ കോപ്പി അടിക്കലാണല്ലോ. അയാൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അയാളൊരു 100 റുപ്യ അമ്പലത്തിൽ വെച്ചാൽ 100 റുപ്യ ഞാനും കൊടുക്കും. അല്ല അയാൾ 500 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 500 രൂപ കൊടുക്കും. ഇതല്ലേ നമ്മൾ കോപ്പിക്കാറ്റല്ലേ. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭഗവാനിലേക്ക് പോകുമ്പോൾ, ഭഗവാനിലേക്ക് മനസ്സങ്ങോട്ട് അർപ്പിക്കാൻ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി മറ്റുള്ളവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ഭക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംസാര സമുദ്രത്തെ കടക്കണം എന്നുണ്ടെങ്കിൽ ആ കർമ്മവാസനകളെ ഇല്ലാതെയാക്കണം. കർമ്മവാസനകളെ ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഭക്തി കൊണ്ട് മാത്രമേ പറ്റൂ. ആ ഭക്തിയിലൂടെ കർമ്മവാസനകൾ നശിപ്പിച്ചും കൊണ്ട് ജീവൻ മുക്തരായിട്ട് തീരണം. ഭഗവാനിലേക്ക് ലയിക്കണം. ഭഗവാന്റെ പദാരബിന്ദങ്ങളിലേക്ക് ലയിക്കണം എന്നുള്ളതാണ് ആ 31ാമത്തെ ആ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഭവാർണവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സാകുന്ന ഭവാർണവമാണ്. പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത്? യന്യരവിന്ദാക്ഷ അന്യ അരവിന്ദാക്ഷ വിമുക്തമാനിന ത്വയ്യസ്ഥഭാവാദ വിശുദ്ധബുദ്ധയ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തഥ പതന്ത്യഥ അനാദൃതയോ ഉഷ്മധങ്ക്രയ എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യരായിട്ടുള്ള ചിലർ, അരവിന്ദാക്ഷ പറഞ്ഞ താമരക്കണ്ണ, അന്യേ, ഹേ ഭഗവാനെ അന്യരായിട്ടുള്ള ചിലർ, അന്യേ, വിമുക്തമാനിന വിമുക്തന്മാര് എന്ന് ഭാവിക്കുന്നവരായിട്ട് ഭവിക്കുന്നു. മനസ്സിലാക്കണം കേട്ടോ. ചില ആൾക്കാർ അങ്ങനെയാണ്. ഞാൻ ഭഗവാനിലേക്ക് ഭക്തി എനിക്ക് കൂടുതലുണ്ട് എന്നുള്ളത് മാനിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയണത്. അവർക്കോ നിന്തിരുവടിയിൽ എന്താ പറയണത്? അസ്ഥഭാവാത് അസ്ഥഭാവാത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഭക്തിയില്ലാത്ത ഹേതുവായത് കൊണ്ട് അവിശുദ്ധ ബുദ്ധയ എന്നർത്ഥം. അസ്ഥഭാവാത് അവിശുദ്ധ ബുദ്ധയ, അതായത് അശുദ്ധമായിട്ടുള്ള
ബുദ്ധിയില്ലാത്തവരെന്ന് അർത്ഥം വിചാരിച്ചാൽ മതി. പിന്നെന്താണ്, അവർ കൃച്ഛ്രേണ, ആരുഹ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിയിട്ട് അവർ ആ പാതാരബിന്ദങ്ങളിലേക്ക് മനസ്സിനെ കയറ്റിയിട്ട് പോലും അവർ ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ പാതാരബിന്ദത്തെ ആദരിക്കാതെയും കൊണ്ട് തിരിച്ചും അവർ അവരുടെ അഹങ്കാരം കൊണ്ട് താഴേക്ക് വീണു എന്നർത്ഥം. അതാണ് അധ പതന്തി, താഴേക്ക് വീണു എന്നാണ് പറഞ്ഞ അർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ, പദങ്ങൾ മുറിച്ച് പറയുമ്പോൾ അത് കൂട്ടി യോജിപ്പിക്കണമല്ലോ. എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഭക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഭക്തിക്കൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ദുർബല ഹൃദയനാരായിട്ടുള്ള വൈകാരിക ജീവന്മാർക്കുള്ളതാണ് ഭക്തി. ഇല്ലേ, നമ്മളൊക്കെ വികാര ജീവികളാണ്. നമ്മളുടെ ഹൃദയമൊക്കെ ദുർബലമാണ്, വലിയ കനൊന്നുമില്ല. ഏത് സമയത്ത് അങ്ങോട്ടൊക്കെ മാറൊക്കെ ചെയ്യും. നമ്മൾ നല്ല വിഷമം വരുമ്പോഴാണ് ഭഗവാനെ വിളിക്കുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ ഗുരുവായൂരപ്പനെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ അവിടെ കിടക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെന്താ പറയുക, നമുക്കൊന്ന് ഗുരുവായൂരപ്പനെ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം. എത്ര എളുപ്പമല്ലേ? ഗുരുവായൂരപ്പനെ പോയിട്ട് കണ്ടിട്ട് വരാം, ഒന്ന് തൊഴുതിട്ട് വരാം. അർത്ഥം തന്നെ നോക്കൂ. തൊഴുതിട്ട് വരാം. ആരൊക്കെ വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാണോ? തൊഴുതിട്ട്, വേണമെങ്കിൽ ഒന്ന് തൊഴുതിട്ട്, ഭഗവാനും തൊഴുതിട്ട് വരാം. ആ വാക്കൊക്കെ ഇതാണ്. തൊഴുത് വരാമെന്ന് പറഞ്ഞാലും തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞാലും രണ്ടാ. അപ്പോൾ ആ ദുർബല ഹൃദയന്മാരായിട്ടുള്ള വികാരം നിറഞ്ഞ ജീവികളാണ് എല്ലാ ഭക്തന്മാരെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളങ്ങനെ ആ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഭഗവാന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കഥകളൊക്കെ കേട്ടും കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ജ്ഞാനിയാണ്, എനിക്ക് മോക്ഷമൊക്കെ കിട്ടിയിരിക്കണു, ഇനി എനിക്ക് ഭക്തിയുടെ ആവശ്യമില്ല എന്നൊക്കെ നമുക്ക് ഒരു വിചാരിക്കേണ്ടി വരും, ഇല്ലേ? നമ്മൾ കുറേ ജ്ഞാനമൊക്കെ വെച്ചു, വിവരമൊക്കെ വെച്ചു, പുസ്തകമൊക്കെ വായിച്ചു, അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി, ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ആൾക്കാരോടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രഭാഷണമൊക്കെ പറയാനൊക്കെ തുടങ്ങുമ്പോൾ നമുക്കൊരു വിചാരം കയറും. എന്താ കയറുക അറിയോ? മറ്റുള്ളവരൊക്കെ എന്നെക്കാട്ടിൽ എത്രയോ താഴെയാണ്, ഞാൻ തന്നെയാണ് ഉയർന്നത്. പോയില്ലേ കഥ? അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് ഭക്തിരൊന്നും ആവശ്യമില്ല, ഞാൻ ചെയ്തത് തന്നെ ശരി എന്നുള്ള ചിന്തയൊക്കെയാണ് മനുഷ്യന് വരുത്തറേ. ഇതിനെന്താ പറയുക അറിയോ? ഈ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതും പറയും. ഭക്തി പറഞ്ഞാൽ എന്താ അറിയോ? ഈ സാധനയുടെ ആദ്യത്തെ പടിയാണ് ഭക്തി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതെ, നിങ്ങൾക്ക് ഭക്തി സാധന ചെയ്യാം. അപ്പോൾ യോഗ സാധനങ്ങളൊക്കെ ചെയ്യണതിൻ്റെ മുമ്പത്തെ പരിപാടിയാണ് ഭക്തി. ആ ഭക്തിയിൽ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭക്തി ഭഗവാനാണ് വളർത്തി കുറച്ച് നാമക്കേട് ചൊല്ലിക്കോളൂ, പാട്ടൊക്കെയാണ് പാടിക്കോളൂ, എന്നിട്ട് അടുത്തതിലേക്ക് ആ യോഗ സാധനയിലേക്ക് എന്താ പറയുക, അതൊക്കെയാണ് കയറിക്കോളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണായാമങ്ങളും അതുമാതിരി യോഗങ്ങളൊക്കെ ആ മനസ്സിനൊക്കെ അടക്കിയിട്ടൊക്കെയാണ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഭക്തിയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഭക്തി ഉയർന്ന് അടുത്ത ലെവലിലേക്ക് എത്തിയില്ലേ, പിന്നെ അമ്പലങ്ങളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലിരുന്നാലും ഈശ്വരനെ കാണും. അമ്പലങ്ങളൊക്കെ എന്തിനാണ് വെറുതെ പോണത്? ഭഗവാൻ നമ്മുടെ മുമ്പിലില്ലേ? നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, ഭഗവാൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിക്കളിക്കണില്ലേ? എപ്പോഴാ ഓടിക്കളിക്കണത്? നമ്മുടെ മനസ്സിന് വല്ല സ്ഥലമുണ്ടോ? വിചാരിക്കണം. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ എന്തെങ്കിലും കുറച്ചൊക്കെ ഒരു വിവരമാണ് വെക്കുമ്പോഴേക്കും പിന്നെ ഭഗവാൻ ഇന്നിപ്പോൾ ഞാൻ കാലത്ത് തൊട്ടിട്ടേ വിഷ്ണു സഹസ്രനാമം ചൊല്ലി, ലളിതാ സഹസ്രനാമം ചൊല്ലി, എന്താ പറയുക, ഈ ഭഗവത്ഗീത ചൊല്ലി, അതുമാതിരി എല്ലാ കുറേ കാര്യങ്ങളൊക്കെ ചൊല്ലി 2 മണിക്കൂർ ഞാൻ നാമൊക്കെ ചൊല്ലി, ഇനിയിപ്പോൾ ചൊല്ലിയതിനും കുഴപ്പമൊന്നുമില്ലാന്നേ, ഒക്കെ ഭഗവാനൊക്കെ നോക്കിക്കോളും എന്നുള്ള ചിന്ത പാടില്ല. മനസ്സിലാക്കണം. എത്രയോ പേരുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. ഞാൻ കുറേ നാമം ചൊല്ലി പൂജാ റൂമിലിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഒന്നുമില്ല. സൗന്ദര്യലഹരിയൊക്കെ നന്നായിട്ടാണ് വീണ്ടും നിവർന്നൊക്കെയാണ് ചെല്ലും. അങ്ങനത്തെ പറയാണ്. ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ടെന്ന് പറയണത്. അപ്പോൾ എന്താ പറയണത്? അന്യേ അരവിന്ദാക്ഷ, ചെന്താമരാക്ഷനായിട്ടുള്ള ഭഗവാനെ നിന്തിരുവടിയിൽ ഭക്തിയില്ലാത്തത് കൊണ്ട്
അവർക്ക് ഈ പറഞ്ഞ ആൾക്കാർക്ക് മനഃശുദ്ധി ഉണ്ടാവില്ല എന്നാണ് പറയണത്. അവർക്ക് മനഃശുദ്ധി പോലും ഉണ്ടാവില്ല, അവരുടെ മനസ്സൊക്കെ ശുദ്ധി ഉണ്ടാവില്ല. ഭക്തിയില്ലാത്ത കാരണം കൊണ്ടാണ്. അവർക്ക് അഹങ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ കൈമുതലായിട്ട്. ഇതിൻ്റെയൊക്കെ അന്തരാർത്ഥങ്ങൾ അതാണ്. അതാണ് വിമുക്ത മാനിന ത്വയി അസ്തഭാവ അവിശുദ്ധ ബുദ്ധയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അഹങ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ കൈമുതൽ. അവർ ബുദ്ധിമുട്ടിയിട്ട് പല പല സാധനങ്ങൾ ചെയ്തിട്ട് ഈ പ്രാണായാമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ അഹങ്കാരം വർദ്ധിക്കാനാണ് പ്രയോജനപ്പെടുള്ളൂ എന്നാണ് പറയണത്. ഇതൊക്കെ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കണം. കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് പ്രാണായാമം ചെയ്തു, കുറേ എവിടേക്കോ പോയിട്ട് കുറേ കുണ്ടലിനി ശക്തി ഇളക്കാനൊക്കെ പോയി. അവിടുന്ന് കുറേയൊക്കെ നോക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് വലിയ ആളൊക്കെയാണ് ചിന്തിച്ചു. അവർക്കൊക്കെ അതാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ പറയണത് ഇതൊക്കെ ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ബ്രഹ്മദേവനും പരമേശ്വരനും സ്തുതിക്കുകയാണ്. ഇങ്ങനത്തെ ആൾക്കാരേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത് എന്താ അറിയോ? ഇതൊക്കെ നമ്മളൊക്കെ കലികാലത്തിൽ ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്, പണ്ടത്തെ കാലമൊന്നുമല്ല. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് ആ വേദവ്യാസ മഹർഷിക്ക് അറിഞ്ഞതിന് അതായിട്ടാണ് നമുക്കൊക്കെ ഇത് ഉപദേശിച്ചു തരുന്നത്. അപ്പോൾ ഹേ ഭഗവാനെ, അതുകൊണ്ട് അവരുടെ ആ മനസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ മനസ്സിലൊക്കെ ആത്മസ്വരൂപനായിട്ടുള്ള നിന്തിരുവടിയിൽ നിന്ന് അകന്നു പോവേണ്ടാവുള്ളൂ, അടുക്കില്ല. ഈ വക കാരണങ്ങളെ കൊണ്ട് ആ ഭക്തന്മാരൊക്കെ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളതാണ് പറയണത്. അതാണ് അധ പതന്തി, ഇവരൊക്കെ അധപ്പതിച്ച് പോകുന്നു എന്നുള്ളതാണ് പറയണത്. പിന്നെന്താ പറയണത്? അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത്? തഥാനഥേ മാധവ താവകാക്വജിത് ഭ്രശ്യന്തി മാർഗാത്വയി ബദ്ധസൗഹൃദ ത്വയാഭിഗുപ്ത വിചരന്തി നിർഭയ വിനായക അനീകപ ഊർധസു പ്രഭോ എന്നാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹേ മാധവ, അതായത് ലക്ഷ്മി വല്ലഭനായിട്ടുള്ള മാധവ, നിന്തിരുമടിയുടെ ഭക്തന്മാർക്ക് ഒരിക്കലും വഴിതെറ്റില്ല. അടുത്തത് പറയാണ്. നേരത്തെ പറഞ്ഞു അങ്ങനത്തെ ആൾക്കാരൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ശരിയായിട്ടുള്ളൊരു നിന്തിരുവടിയുടെ ഭക്തൻ ഒരിക്കലും അവർക്ക് വഴിതെറ്റില്ല. അതാണ് ത്വയി പറഞ്ഞ അങ്ങയിൽ ബദ്ധ സൗഹൃദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഹാർദ്ദത്തോടു കൂടിയവര്, അഥവാ താവക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയെ സംബന്ധിച്ചവരായിട്ടുള്ള, തേ ക്വജിത്ത് അവർ ഒരിടത്തും, ന ഭ്രശ്യന്തി പറഞ്ഞാൽ അവർ ഭ്രംശിക്കപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വക നിന്തിരുവടിയുടെ ഭക്തന്മാർ ഒരിക്കലും വഴിതെറ്റില്ല. അവർ അഭക്തന്മാരെ പോലെ അവരധപ്പതിക്കൂല്ല. പിന്നെന്താ? അവര് അങ്ങയിൽ ദൃഢവിശ്വാസമുള്ളവരായിരിക്കും. ഭക്തന്മാരുടെ ലക്ഷണം പറയാണ്. എപ്പോഴും നിന്തിരുവടി അവരെ രക്ഷിച്ചും കൊണ്ടേയിരിക്കും എന്നാണ് പറയണത്. അങ്ങനത്തെ ഭക്തന്മാരെ ഭഗവാൻ രക്ഷിച്ചും കൊണ്ടേയിരിക്കും. അതിനാൽ അവർ വിഘ്നങ്ങളെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് ലോകത്തിൽ സഞ്ചരിച്ചും കൊണ്ടിരിക്കുന്നു എന്നാ നമുക്ക് മനസ്സിലാക്കണം. അവർക്ക് എന്ത് വിഷമം വന്നാലും ഒരു കുലുക്കൂല്ല. എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്നുള്ള ദൃഢനിശ്ചയം അവരുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കൂ, നമ്മളൊക്കെ അങ്ങനെ ആവണം. എന്ത് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും സാരില്ല, അതൊക്കെ ഭഗവാന്റെ തീരുമാനങ്ങളാണ്, ഭഗവാന്റെ ഇഷ്ടങ്ങളാണ്. ആ ഭഗവാന്റെ ഭക്തന്മാർക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്താ ഇനി ആന മതിച്ചു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ വഴിമാറി നിൽക്കുക എന്നല്ലാണ്ട് അതിൻ്റെ മുമ്പ് പോയിട്ട് നിന്നിട്ട് നമസ്കരിക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല. ആ വിവേക ബുദ്ധി ഉണ്ടാവണം നമുക്ക്. ഭക്തന്മാർക്ക് അത് ഉണ്ടാവും.
എന്നാൽ നല്ല ഭക്തന്മാരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ആന അവിടുന്ന് വഴിമാറി പൊക്കോളും. അത്ര ശക്തിയാണ്, ആ വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഭഗവാന്റെ ഭക്തിയുള്ള ആൾക്കാരെല്ലാം, ആ ഭഗവത് ഭക്തി ഉള്ള ആൾക്കാർക്കെല്ലാം എന്ത് വിഘ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും, അതാണ് വിനായകാനീക എന്ന് പറഞ്ഞത്. വിനായകാനീക അതായത് വിഘ്നഹേതുഭൂതന്മാരായിരിക്കുന്ന ദേവതാ സമൂഹങ്ങളുടെ എന്നാണ് അർത്ഥം. മൂർധസു പറഞ്ഞ ശിരസ്സുകൾ, അതായത് വിഘ്നം ചെയ്യുന്ന ആൾക്കാരെന്ന് വിചാരിച്ചാൽ മതി. വിചരന്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷേണ സഞ്ചരിക്കുന്നു. അവർക്ക് എന്ത് വിഘ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിലേക്ക് ചവിട്ടുപടിയായിട്ടാണ് ആ വിഘ്നങ്ങളൊക്കെ ചവിട്ടുപടിച്ചിട്ട് ഭഗവാനിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളാക്കിയിട്ട് ചവിട്ടി താഴ്ത്തിയിട്ട് അവർ ഭഗവാനിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തായാലും ഇന്ന് നമുക്ക് തൽക്കാലം നിർത്താം. കുറേ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തില്ല, കുറേശ്ശായിട്ട് പോവാം. എന്തായാലും ബാക്കി നമുക്ക് ആ 34-ാമത്തെ ശ്ലോകം നമുക്ക് നാളെ പറയാം. കുറേയൊക്കെ പറഞ്ഞത് കേട്ടത് കുറച്ചൊക്കെ മനനം ചെയ്യാം കേട്ടോ, എന്നാലേ നമുക്കതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ലയിക്കുള്ളൂ. അത് കാരണം ലയിക്കാൻ പറ്റുള്ളൂ. ഭഗവാന്റെ ഭക്തി തന്നെ നമുക്ക് ആശ്രയമുള്ളൂ, വേറെ ഒന്നുമില്ല. ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ഒക്കെ നടക്കും. എന്തായാലും ഒന്ന് തൽക്കാലം നിർത്താം, നമുക്ക് ബാക്കി നാളെ ആവാം. ഹരി നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.